നമ്മുടെ ഇന്നത്തെ ക്ലാസ് ക്യൂബ് റൂട്ട്, ഘനം, ഘനമൂലം. 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും കുട്ടികളും പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിലെ കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് ക്യൂബ് ആൻഡ് ക്യൂബ് റൂട്ട്. ഘനം, ഘനമൂലം. നന്നായി മനസ്സിലാക്കിയാൽ വളരെ എളുപ്പമായി നിഷ്പ്രയാസം ഒരു സംഖ്യയുടെ ക്യൂബ് കാണാനും ഒരു ക്യൂബിന്റെ ക്യൂബ് റൂട്ട് കാണാനും കഴിയും. എന്താണ് ക്യൂബ് എന്ന് അറിയാമല്ലോ. ക്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയെ 3 പ്രാവശ്യം ഗുണിക്കുന്നതിനെയാണ് ക്യൂബ് എന്ന് പറയുക. ഒരു സംഖ്യയെ 3 പ്രാവശ്യം ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരത്തെയാണ് ആ സംഖ്യയുടെ ക്യൂബ് എന്ന് പറയുക. ഉദാഹരണം, 2ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 2 ഗുണം 2 ഗുണം 2 സമം 8. 2 2 4 4 2 8. 2ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എങ്കിൽ ഘനം എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയെ, അതായത് 2നെ 3 പ്രാവശ്യം ഗുണിക്കുക. 1 2 3. 2 ഗുണം 2 ഗുണം 2. 2 into 2 into 2 equal to 8. ഒരു സംഖ്യയെ 3 പ്രാവശ്യം ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരമാണ് ആ സംഖ്യയുടെ ക്യൂബ് അല്ലെങ്കിൽ ഘനം. മൂന്നിന്റെ ക്യൂബ് 3 ഗുണം 3 ഗുണം 3. 3 3 9 9 3 27. ഇനി 8ന്റെ ക്യൂബ് ആണെങ്കിലോ 8 ഗുണം 8 ഗുണം 8 സമം 8 8 64. പിന്നെ 64 ഗുണം 8. 64 ഗുണം 8. 8 4 32. 3 8 6 48 3 51 512. ഇനി 13ന്റെ ക്യൂബ് ആണെങ്കിലോ 13 ഗുണം 13 ഗുണം 13. 13 ഗുണം 13. 13 ഗുണം 13 എന്ന് പറഞ്ഞാൽ 13ന്റെ സ്ക്വയർ അല്ലെങ്കിൽ വർഗം 169. അപ്പോ 169 ഗുണം 13. 3 9. 3 9 27. ശിഷ്ടം 2. 3 6 18 2 20. വീണ്ടും സിസ്റ്റം 2. 3 1 3 2 5. ഒരു 9 9. ഒരു 6 6. ഒരു 1 1 ഗുണം 1 1. കൂട്ടിയാൽ 7 9 11 2. 13ന്റെ ക്യൂബ് 2197. ഇനി 20ന്റെ ക്യൂബ് ആണെങ്കിലോ എളുപ്പമാണ്, ഗുണിക്കാനൊന്നും പോവണ്ട.
2ന്റെ ക്യൂബ് എത്രയാ? 8. 8 0 3 3 0 ഇടുക. അപ്പോൾ 30ന്റെ ക്യൂബ് 3ന്റെ ക്യൂബ് 27 3 0. അപ്പോൾ 40ന്റെ ക്യൂബ് 4ന്റെ ക്യൂബ് 64 3 0. 50ന്റെ ക്യൂബ് 5ന്റെ ക്യൂബ് 125 3 0. ഇങ്ങനെ 60ന്റെ ക്യൂബ് 70ന്റെ ക്യൂബ് 80ന്റെ ക്യൂബ് 90ന്റെ ക്യൂബ് ഒക്കെ എഴുതാം. നന്നായി മനസ്സിലാക്കുക. ഇനി 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ ക്യൂബ് അല്ലെങ്കിൽ ഘനം ഒന്ന് കാണാതെ പഠിക്കണം. നിർബന്ധമായും പഠിക്കണം. ശ്രദ്ധിക്കുക. 1ന്റെ ക്യൂബ് 1 ആണ്. 2ന്റെ ക്യൂബ് 8. 3ന്റെ ക്യൂബ് 27. 4ന്റെ ക്യൂബ് 64. 5ന്റെ ക്യൂബ് 125. 6ന്റെ ക്യൂബ് 216. 7ന്റെ ക്യൂബ് 343. 8ന്റെ ക്യൂബ് 512. 9ന്റെ ക്യൂബ് 729. 10ന്റെ ക്യൂബ് 1000. 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ ക്യൂബ് ഒന്ന് കാണാതെ പഠിക്കണം. ബുദ്ധിമുട്ട് കരുതരുത്. നിർബന്ധമായും പഠിക്കണം. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ 2 കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയാൽ നമുക്ക് പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്യൂബിന്റെ ക്യൂബ് റൂട്ട് കാണാൻ വളരെ എളുപ്പമാണ്. നന്നായി ശ്രദ്ധിക്കണം. 1നും 10 ലക്ഷത്തിനും ഇടയിലുള്ള ക്യൂബുകളായ അല്ലെങ്കിൽ ഘനങ്ങളായ സംഖ്യകളുടെ ക്യൂബ് റൂട്ട് നിഷ്പ്രയാസം യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് കാണാൻ പറ്റും. അതിന് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ ക്യൂബ് അല്ലെങ്കിൽ ഘനം ഒന്ന് കാണാതെ പഠിക്കുക. രണ്ടാമത്തെ പോയിന്റ് 1 4 5 6 9. ഈ സംഖ്യകളെ ഓർമ്മയുണ്ടോ? വർഗം അല്ലെങ്കിൽ സ്ക്വയർ. ഈ സംഖ്യകളിലാണ് വർഗങ്ങൾ അവസാനിക്കുന്നത്. ഇത് വർഗങ്ങൾ അവസാനിക്കുന്ന സംഖ്യയാണ്. 1 4 5 6 9. ഇതിനെ വർഗങ്ങൾ അവസാനിക്കുന്ന സംഖ്യ എന്ന് പറയും. ഈ സംഖ്യകളെ ഒന്ന് ഓർത്ത് വെക്കണം. അതുപോലെ 2 3 7 8. ഇത് വർഗങ്ങൾ അവസാനിക്കാത്ത സംഖ്യകൾ. ഇത് രണ്ടും ഒന്ന് മനസ്സിലാക്കി വെക്കണം. 1നും 10 ലക്ഷത്തിനും ഇടയിലുള്ള ഒരു ക്യൂബിന്റെ ഒരു ഘനത്തിന്റെ ഘനമൂലം അല്ലെങ്കിൽ ക്യൂബ് റൂട്ട് കാണുമ്പോൾ നമുക്ക് ക്യൂബ് റൂട്ട് കാണേണ്ട സംഖ്യ 1ൽ അവസാനിക്കുകയാണെങ്കിൽ ഉത്തരത്തിന്റെ അവസാന അക്കം 1 തന്നെ. 4ൽ ആണെങ്കിൽ 4 തന്നെ. 5ലാണ് അവസാനിക്കുന്നതെങ്കിൽ അവസാന അക്കം 5 തന്നെ.
6-ലാണ് അവസാനിക്കുന്നതെങ്കിൽ ഉത്തരത്തിന്റെ അവസാന അക്കം 6 തന്നെ. 9-ലാണ് അവസാനിക്കുന്നതെങ്കിൽ ഉത്തരത്തിന്റെ അവസാന അക്കം 9 തന്നെയായി എഴുതണം. അടുത്ത പോയിന്റ്, നമുക്ക് ക്യൂബ് റൂട്ട് കാണേണ്ട ക്യൂബിന്റെ ചോദ്യത്തിന്റെ അവസാന അക്കം 2-ലോ 3-ലോ 7-ലോ 8-ലോ ആണ് അവസാനിക്കുന്നതെങ്കിൽ 2 വന്നാൽ 8 എഴുതണം. ചോദ്യത്തിൽ 2 ആണ് എങ്കിൽ ഉത്തരത്തിന് 8 എഴുതണം അവസാന അക്കമായി. 3 ആണ് വരുന്നതെങ്കിൽ 7 എഴുതണം. നന്നായി മനസ്സിലാക്കണം. 8-ലാണ് അവസാനിക്കുന്നതെങ്കിൽ 2 എഴുതണം. 2-ലാണ് അവസാനിക്കുന്നതെങ്കിൽ 8 എഴുതണം. 7-ലാണ് അവസാനിക്കുന്നതെങ്കിൽ 3 എഴുതണം. 3-ലാണ് അവസാനിക്കുന്നതെങ്കിൽ 7 എഴുതണം. ക്യൂബ് റൂട്ട് അല്ലെങ്കിൽ ഘനമൂലം കാണാൻ 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ ഘനം അല്ലെങ്കിൽ ക്യൂബ് കാണാതെ പഠിക്കുക. രണ്ടാമത് മനസ്സിലാക്കേണ്ടത് 1, 4, 5, 6, 9 ഈ സംഖ്യകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വർഗം അല്ലെങ്കിൽ സ്ക്വയർ അവസാനിക്കുന്ന സംഖ്യയാണ്. അപ്പോൾ നമ്മുടെ ചോദ്യം അല്ലെങ്കിൽ നമുക്ക് ക്യൂബ് റൂട്ട് കാണേണ്ട ഘനമൂലം കാണേണ്ട സംഖ്യ 1-ലോ 4-ലോ 5-ലോ 6-ലോ 9-ലോ അവസാനിക്കുന്നവയാണെങ്കിൽ നമ്മുടെ ഉത്തരത്തിന്റെ അവസാന അക്കം അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 1 വന്നു കഴിഞ്ഞാൽ 1 തന്നെ എഴുതണം. 4 വന്നു കഴിഞ്ഞാൽ 4 തന്നെ എഴുതണം. 5 വന്നു കഴിഞ്ഞാൽ 5 തന്നെ എഴുതണം. 6 വന്നു കഴിഞ്ഞാൽ 6 തന്നെ എഴുതണം. 9 വന്നു കഴിഞ്ഞാൽ 9 തന്നെ എഴുതണം. 2-ലോ 3-ലോ 7-ലോ 8-ലോ ആണ് നമ്മുടെ ചോദ്യം അല്ലെങ്കിൽ നമുക്ക് ക്യൂബ് റൂട്ട് കാണേണ്ട സംഖ്യ അവസാനിക്കുന്നുവെങ്കിൽ ഉത്തരത്തിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് എഴുതേണ്ടത് 2 വന്നാൽ 8 എഴുതണം. 8 വന്നാൽ 2 എഴുതണം. 3 വന്നാൽ 7 എഴുതണം. 7 വന്നാൽ 3 എഴുതണം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ 1-നും 10 ലക്ഷത്തിനും ഇടയിലുള്ള പൂർണ്ണ ഘനമായ പെർഫെക്റ്റ് ക്യൂബ് ആയ ഏത് സംഖ്യയുടെയും ക്യൂബ് റൂട്ട് നിഷ്പ്രയാസം നമുക്ക് കണ്ടെത്താൻ പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞു 0 ആണെങ്കിൽ ക്യൂബ് ഒന്നുകിൽ 3 0 അല്ലെങ്കിൽ 6 0 അല്ലെങ്കിൽ 9 0 ഇതിൽ മാത്രമേ ക്യൂബ് അവസാനിക്കുകയുള്ളൂ. നന്നായി മനസ്സിലാക്കണം. 3 0 6 0 9 0 ഇതിൽ അവസാനിക്കാത്ത 0-ത്തിലുള്ള സംഖ്യകൾ ക്യൂബ് അല്ല എന്ന് മനസ്സിലാക്കിയാൽ മതിയാകും. നമുക്ക് 1-2 കണക്കുകൾ ചെയ്ത് നോക്കിയാൽ വളരെ പെട്ടെന്ന് കാര്യം മനസ്സിലാകും. നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ക്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയുടെ ക്യൂബ് കാണാൻ, ക്യൂബ് ഘനം കാണാൻ ആ സംഖ്യയെ 3 പ്രാവശ്യം ഗുണിച്ചാൽ മതി. അത് പിന്നെ എളുപ്പമാണല്ലോ. ക്യൂബ് റൂട്ട് കാണുന്ന രീതിയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇപ്പോൾ 50-ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 50 ഗുണം 50 ഗുണം 50 ആണ്. ക്യൂബ് കാണാൻ ഗുണിച്ചാൽ മതിയാകും.
പക്ഷെ ക്യൂബ് റൂട്ട് കാണാനാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ ക്യൂബ് കാണാതെ പഠിക്കണം. ഈ സംഖ്യകളെ ഓർക്കണം. 1, 4, 5, 6, 9 അവസാന അക്കമായി വന്നാൽ ഉത്തരത്തിന്റെ അവസാന അക്കവും അത് തന്നെ എഴുതണം. 2, 3, 7, 8 അവസാന അക്കമായാൽ ഉത്തരത്തിന്റെ അവസാന അക്കം 2 വന്നാൽ 8 എഴുതണം. 8 വന്നാൽ 2 എഴുതണം. 3 വന്നാൽ 7 എഴുതണം. 7 വന്നാൽ 3 എഴുതണം. ഇനി നമുക്ക് 2 കണക്ക് ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കാം. ചോദ്യം ക്യൂബ് റൂട്ട് ഓഫ് 1728. അപ്പൊ നമ്മുടെ ചോദ്യം 1728. ഇതാണ് നമ്മുടെ ചോദ്യം. നന്നായി ശ്രദ്ധിക്കുക. എന്താണ് ക്യൂബ്? ക്യൂബ് കാണാൻ ആ സംഖ്യയെ 3 പ്രാവശ്യം ഗുണിച്ചാൽ മതി. ഉദാഹരണം 22ന്റെ ക്യൂബ് ആണെങ്കിൽ 22 ഗുണം 22 ഗുണം 22. 3 പ്രാവശ്യം ഗുണിക്കുമ്പോഴാണ് നമുക്ക് ക്യൂബ് ലഭിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യം. ഇതിന്റെ ക്യൂബ് റൂട്ടാണ് നമുക്ക് കാണേണ്ടത്. ഈ അവസാനത്തെ 3 അക്കം ഒരു ടീമാക്കി മാറ്റുക. പിന്നെ അടുത്ത വരുന്നവർ ഒരു ടീമാക്കി മാറ്റുക. അപ്പോൾ ആദ്യം 3 സംഖ്യകളെ ഒരു ടീമാക്കി. അടുത്ത ടീമിൽ ഒന്നുകിൽ ഒരു സംഖ്യ, അല്ലെങ്കിൽ 2 സംഖ്യ, അല്ലെങ്കിൽ 3 സംഖ്യ, മാക്സിമം 3. അതിന്റെ അപ്പുറത്തോടുള്ളത് പിന്നെ 10 ലക്ഷത്തിന്റെ മുകളിലല്ലേ നമ്മൾ പറഞ്ഞത്. 1-നും 10 ലക്ഷത്തിനും ഇടയിലുള്ള ക്യൂബിന്റെ ക്യൂബ് റൂട്ട് കാണാനാണ്. ശ്രദ്ധിക്കാം. 1728 ആദ്യത്തെ 3 സംഖ്യകളെ ഒരു ഗ്രൂപ്പാക്കി. പിന്നെ വരുന്ന ഒരു സംഖ്യ ഉള്ളൂ, ആ 1നെ ഒരു ഗ്രൂപ്പാക്കി. ഇനി 2 എണ്ണം ഉണ്ടെങ്കിൽ അതൊരു ഗ്രൂപ്പ്, 3 എണ്ണം ഉണ്ടെങ്കിൽ അതൊരു ഗ്രൂപ്പ്. ഇനി അവസാന അക്കം 8 ആണ്. നേരത്തെ പറഞ്ഞതാണ്. 8 വന്നാൽ 2 എഴുതണം. 8 വന്നാൽ 2 എഴുതണം. 8 വന്നാൽ 2 എഴുതണം. അപ്പൊ 2 അവിടെ കഴിഞ്ഞു. ഇനി ഇവിടെ നോക്കുക. ഈ സംഖ്യ 1, ഈ സംഖ്യയുടെ ക്യൂബ് റൂട്ടാണ് ഇങ്ങോട്ട് എഴുതേണ്ടത്. അടുത്ത ടീം 1 ആണ്. 1ന്റെ ക്യൂബ് റൂട്ട് 1 തന്നെയാണ് അല്ലേ? 1 × 1 × 1 1ന്റെ ക്യൂബും ക്യൂബ് റൂട്ടും 1 തന്നെയാണ്. 1 എഴുതാം. 1728 എന്ന ക്യൂബിന്റെ ക്യൂബ് റൂട്ടാണ് 12. വളരെ എളുപ്പമല്ലേ? സെക്കൻഡ് മതി. 1728 സമം 12. ചോദ്യം 2. രണ്ടാമത്തെ ചോദ്യം ക്യൂബ് റൂട്ട് ഓഫ് 4096. 4096ന്റെ ക്യൂബ് റൂട്ട് കാണണം. 4096 വറ്റയുടെ സ്ഥാനം ഇവിടെ. എന്ത് ചെയ്യും? ഇവിടെ നിന്ന്
മൂന്ന് സംഖ്യകളെ ചേർത്ത് ഒരു ഗ്രൂപ്പ്. അടുത്തത് ഒരു സംഖ്യ ഉള്ളൂ, അത് വേറൊരു ഗ്രൂപ്പ്. ഒറ്റയുടെ സ്ഥാനത്ത് 6 6 വർഗം അവസാനിക്കുന്ന സംഖ്യയാണ്. സ്ക്വയർ അവസാനിക്കുന്ന സംഖ്യയാണ് 6. 6 ആണെങ്കിൽ 6 തന്നെ എഴുതണം. അപ്പോൾ 6. പിന്നെ 4 ക്യൂബല്ല. ക്യൂബ് പോകുന്നത് 1, 8, 27, 64, 125, 216. ഇതിനെയാണ് ക്യൂബ് എന്ന് പറയുന്നത്. ഇതിനെന്ത് പറയും? ക്യൂബ് റൂട്ട് എന്നും പറയും. ഇതിനെ ഘനമെന്നും ഇതിനെ ഘനമൂലമെന്നും പറയും. 4 ക്യൂബല്ല. അപ്പോൾ ഒന്നുകിൽ 4 ക്യൂബ് ആവണം. ഈ സംഖ്യ ക്യൂബ് ആവണം. ക്യൂബ് അല്ല എങ്കിൽ അതിന്റെ അടുത്ത് വരുന്ന ക്യൂബ്. അതിന്റെ അടുത്ത് വരുന്ന ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ആ 1ന്റെ ക്യൂബ് റൂട്ട് 1 തന്നെയാണ്. അത് ഇങ്ങോട്ട് എഴുതി കൊടുക്കുക. 16. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 4096 സമം 16. ഒരു കണക്ക് കൂടെ ചെയ്ത് നോക്കാം. ചോദ്യം 3. ക്യൂബ് റൂട്ട് ഓഫ് 13824. 13824 സമം 13824ന്റെ ക്യൂബ് റൂട്ട് അല്ലെങ്കിൽ ഘനമൂലം 13824. ഒറ്റയുടെ സ്ഥാനത്ത് നിന്ന് 3 സംഖ്യകളെ ഒരു ഗ്രൂപ്പാക്കി മാറ്റും. അടുത്തത് വേറൊരു ഗ്രൂപ്പും. ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ 4 വർഗം അവസാനിക്കുന്നവയിൽ പെട്ടതായതുകൊണ്ട് 4 തന്നെ എഴുതാം. പിന്നെ അടുത്ത ഗ്രൂപ്പ് 13 ഘനം അല്ലെങ്കിൽ ക്യൂബ് അല്ല. ക്യൂബിന്റെ പട്ടിക 1 കഴിഞ്ഞാൽ 8, 8 കഴിഞ്ഞാൽ പിന്നെ 27 ഉള്ളൂ. അപ്പോൾ 13ന്റെ അടുത്ത് വരുന്ന ക്യൂബ് 8. 8ന്റെ ക്യൂബ് റൂട്ട് 2. ആ 2നെ ഇവിടെ എഴുതാം. ഉത്തരം 24. അപ്പോൾ റൂട്ട് ഓഫ് 13824 സമം 24. നന്നായി മനസ്സിലാക്കുക. 0ൽ അവസാനിക്കുന്ന ക്യൂബ് നന്നായി ശ്രദ്ധിക്കണം. ക്യൂബ് 0ൽ അവസാനിക്കുമ്പോൾ ഒന്നുകിൽ ക്യൂബിന് 3 0 അല്ലെങ്കിൽ 6 0 അല്ലെങ്കിൽ 9 0 ഇങ്ങനെ മാത്രമേ അവസാനിക്കുകയുള്ളൂ. അല്ലാതെ 2 0 ഉള്ളവ, 4 0 ഉള്ളവ, 6 0 ഉള്ളവ ഇതൊന്നും ക്യൂബ് അല്ല. നന്നായി മനസ്സിലാക്കണം. ക്യൂബിൽ ഒന്നുകിൽ 3 0 അല്ലെങ്കിൽ 6 0 അല്ലെങ്കിൽ 9 0. പൂജ്യങ്ങളുടെ എണ്ണം 3ന്റെ ഗുണിതമായിരിക്കും. 0ൽ അവസാനിക്കുന്ന ക്യൂബുകളുടെ ഘനത്തിന്റെ ഘനമൂലം കാണാൻ വളരെ എളുപ്പമാണ്. ഒന്ന് ശ്രദ്ധിക്കൂ. ക്യൂബ് റൂട്ട് ഓഫ് 8000. ഇതിൽ 3 0 ഉണ്ട്.
3 പൂജ്യത്തിന് ഒരു 0 നൽകുക. പിന്നെ അടുത്തത് 8. 8 ഒരു ക്യൂബാണ്. 8 ക്യൂബാണ്. 8ന്റെ ക്യൂബ് റൂട്ട് 2. 2 ഇവിടെ എഴുതുക. ഉത്തരം 20. ക്യൂബ് റൂട്ട് ഓഫ് 8000 സമം 20. അതുപോലെ ക്യൂബ് റൂട്ട് ഓഫ് 2,16,000. ഇവിടെ 3 പൂജ്യമുണ്ട്. 3 പൂജ്യത്തിന് ഒരു 0 ഉത്തരത്തിൽ എഴുതുക. 216. 216 ക്യൂബാണ്. 216 6ന്റെ ക്യൂബാണ്. അപ്പോൾ 216ന്റെ ക്യൂബ് റൂട്ട് 6. ഉത്തരം 60. ക്യൂബ് റൂട്ട് ഓഫ് 2,16,000 സമം 60. അടുത്തത് ക്യൂബ് റൂട്ട് ഓഫ് 5,12,000. 3 പൂജ്യമുണ്ട്. 3 പൂജ്യത്തിന് ഒരു 0 നൽകുക. 512 ക്യൂബാണ്. 8ന്റെ ക്യൂബാണ് 512. 512ന്റെ ക്യൂബ് റൂട്ട് 8. ഉത്തരം 80. ക്യൂബ് റൂട്ട് ഓഫ് 5,12,000 സമം 80. അടുത്ത ചോദ്യം ക്യൂബ് റൂട്ട് ഓഫ് 10 ലക്ഷം. ആദ്യം ഈ 3 പൂജ്യം പരിഗണിക്കുക. അതിന് ഒരു 0. അടുത്ത 3 പൂജ്യം, അതിന് ഒരു 0. 1 ക്യൂബാണ്. 1ന്റെ ക്യൂബ് റൂട്ടും 1 തന്നെയാണ്. ഉത്തരം 100. ക്യൂബ് റൂട്ട് ഓഫ് 10 ലക്ഷം സമം 100. വളരെ എളുപ്പമാണ്. മറ്റ് കണക്കുകളെ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ല. നന്നായി മനസ്സിലാക്കുക. അടുത്ത ചോദ്യം റൂട്ട് ഓഫ് 50,653. 50,653ന്റെ ക്യൂബ് റൂട്ട് ഘനമൂലം കാണണം. 50,653 ആണ്. ഒരു ഗ്രൂപ്പ്. അടുത്ത ഗ്രൂപ്പ് 3 ആയതുകൊണ്ട് 7. 50 ക്യൂബിലില്ല. അടുത്ത് വരുന്നത് 27. 27ന്റെ ക്യൂബ് റൂട്ട് 3. ഉത്തരം 37. അപ്പോൾ 50,653ന്റെ ക്യൂബ് റൂട്ട് 37. എളുപ്പല്ലേ? വളരെ എളുപ്പമാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ മതി. 5,832. 5,832 ക്യൂബ് റൂട്ട് കാണണം. ഇവിടെ നിന്ന് 3 സംഖ്യ ഒരു ഗ്രൂപ്പ്, 5 വേറെ ഗ്രൂപ്പ്. 2 ആണ്. 2 വന്നാൽ 8. 8. 5 ക്യൂബ് അല്ല.
അടുത്ത് വരുന്നത് 1 ആണ്. അതിന്റെ ക്യൂബ് റൂട്ടും 1 തന്നെയാണ്. അപ്പോൾ ഉത്തരം 18 സമം 18. 5832 ക്യൂബ് റൂട്ട് 18. അടുത്ത ഉദാഹരണം 74,088. ഇവിടെ നിന്ന് ഒരു ഗ്രൂപ്പ്, ഇത് വേറൊരു ഗ്രൂപ്പ്. 8 ആണ്. 8 വന്നാൽ 2. 74 ക്യൂബിൽ ഇല്ല. അടുത്ത് വരുന്നത് 64. 64 ആണെങ്കിൽ 4. 64ന്റെ ക്യൂബ് റൂട്ട് 4. അപ്പോൾ ഉത്തരം 42. അപ്പോൾ 74,088ന്റെ ക്യൂബ് റൂട്ട് 42. അടുത്തത് 1,03,823ന്റെ ക്യൂബ് റൂട്ട്. 1,03,823. 3 ഒരു ഗ്രൂപ്പ്, അടുത്ത 3 വേറെ ഒരു ഗ്രൂപ്പ്. 3 വന്നാൽ 7. അടുത്തത് 103. 103 ക്യൂബിൽ ഇല്ല. അടുത്ത് വരുന്നത് 64. 64ന്റെ ക്യൂബ് റൂട്ട് 4. അപ്പോൾ ഉത്തരം 47. 47. എളുപ്പാണല്ലോ. വളരെ എളുപ്പമാണ്. സിമ്പിൾ ആയിട്ട് ചെയ്യാം. അടിപൊളിയായിട്ട് എഴുതാം. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന ക്യൂബിന്റെ ക്യൂബ് റൂട്ട് സ്വയം എഴുതി നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ബെൽ ബട്ടൺ അമർത്തിയാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഈ ചോദ്യങ്ങൾ ചെയ്തു നോക്കുക. ഇവയുടെ ക്യൂബ് റൂട്ട് ഘനമൂലം കാണുക. നന്നായി ശ്രദ്ധിച്ച് ചെയ്തു നോക്കുക. തെറ്റാതെ ചെയ്യുക.